ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശത്ത് വായുവില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഒരു ഉപഗ്രഹം ചന്ദ്രൻ. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ഓർബിറ്റ് അഥവാ ഭ്രമണപഥം. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. കൃത്രിമോപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തെല്ലാം? വാർത്താവിനിമയത്തിന് കൃത്രിമോപഗ്രഹങ്ങൾ സഹായിക്കുന്നു. കാലാവസ്ഥാ പ്രവചനത്തിനും സഹായിക്കുന്നു. ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര ഗതിനിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഏതെല്ലാമെന്നാണ് നോക്കുന്നത്. തുമ്പ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1963 നവംബർ 21 സ്ഥാപിതമായി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ നിലവിൽ വന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969 ജൂലൈ 21. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് ബഹിരാകാശ സഞ്ചാരികളായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വർഷങ്ങളാണ് നോക്കുന്നത്. മംഗൾയാൻ 1 വിക്ഷേപിച്ചത് 2013 നവംബർ 5. ഇൻസാറ്റ് 1A 1982 ഏപ്രിൽ 10. ആദിത്യ L1 2023 സെപ്റ്റംബർ 2. ISRO നിലവിൽ വന്ന വർഷം 1969. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 2 വിക്ഷേപണ വർഷം 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 2വിൻ്റെ വിക്ഷേപണ ദൗത്യം ചന്ദ്രോപരിതലത്തിലെ പാറകളുടെയും മണ്ണിൻ്റെയും സവിശേഷതകൾ പഠിക്കുക എന്നതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം എന്ന ബഹുമതി നേടിയത് ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 ലോഞ്ചിങ് ഡേറ്റാണ് 2023 ജൂലൈ 14. വിക്ഷേപണ വർഷം ഞാൻ നേരത്തെ പറഞ്ഞത് ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 എന്നത്
ലാൻഡിങ് ഡേറ്റാണ്. അവിടെ ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23. വിക്ഷേപണ വർഷം 2023 ജൂലൈ 14 കേട്ടോ. മാറിയതാണ്. പിന്നെ ചന്ദ്രയാൻ 3യുടെ ഭാഗങ്ങൾ അതിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂളുണ്ട്. പിന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള വിക്രം ലാൻഡറുണ്ട്. പിന്നെ അതിലുള്ള പ്രഖ്യാനം. പിന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ ഓർബിറ്റർ ഇല്ലായിരുന്നു. കാരണം ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണ സമയത്ത് ഓർബിറ്റർ ഇപ്പോഴും ഭ്രമണപഥത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നീട് നമുക്ക് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്ത് ഓർബിറ്റർ അയക്കേണ്ടി വന്നിട്ടില്ല. ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണം പൂർണ്ണമായും ഒരു പരാജയമല്ല. എന്നാൽ അതൊരു സക്സസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും സക്സസ്ഫുള്ളുമല്ല. എന്നാൽ അതിൻ്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 2 ഏകദേശം ഒരു 80-90% വിജയം തന്നെ ആയിരുന്നു. അതിനോടൊപ്പം അയച്ച ഓർബിറ്ററിൽ നിന്നും പിന്നീട് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് നമുക്ക് ഓർബിറ്റർ അയക്കേണ്ടി വന്നിട്ടില്ല. ചന്ദ്രയാൻ 2 പരാജയമാണെന്ന് പറയാൻ കാരണം അത് നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ഉദ്ദേശിച്ചത്, എന്നാൽ ക്രഷ് ചെയ്താണ് ഇറങ്ങിയത്. പിന്നെ അപ്പോളോ 11 എന്ന വിക്ഷേപണ വാഹനത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ആദ്യമായി ചന്ദ്രോപരിതലത്തിലേക്ക് സഞ്ചരിച്ചത്. ഞാൻ നേരത്തെ അപ്പോളോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് അവർ പോയത്. ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ കട്ടിംഗ് ആണ്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അവ ഗതി നിർണ്ണയത്തിനും ആശയവിനിമയത്തിനും വിദൂര സംവേദനത്തിനും ശാസ്ത്ര പര്യവേഷണങ്ങൾക്കും പിന്നെ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താനും രേഖപ്പെടുത്താനുമൊക്കെ കൃത്രിമോപഗ്രഹങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇനി ഓരോരോ കൃത്രിമോപഗ്രഹങ്ങളും എന്തിനെല്ലാം ഉപയോഗിക്കുന്നെന്നാണ് അടുത്തതായി പറയുന്നത്. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണ്ണയം, കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്രം, ജിസാറ്റ് 7 എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിനും സഹായിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.